ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 17ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം. എൻ്റെ ക്യാമറ പൊട്ടിയ വിവരമൊക്കെ എന്നോട് നീലിമ പറഞ്ഞിരുന്നു അനു. നീ അതിന് ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയിരുന്നു. നിനക്കും അറിയാവുന്നതല്ലേ ഞാൻ ആ ക്യാമറ എത്ര ആഗ്രഹിച്ചാണ് വാങ്ങിയത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ആ ക്യാമറ എനിക്ക് നിന്നേക്കാൾ വലുതല്ല. ആ ക്യാമറ വാങ്ങാൻ വേണ്ടിയിട്ടാണോ നീ അവിടുത്തെ ജോലി രാജിവെച്ച് ഇവിടെ ജോലിക്കായി വന്നിരിക്കുന്നത്? എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കിയില്ലല്ലോ അനുപമ. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അനുപമ ഒരു മാത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി ധരിച്ചിരുന്നു. അനു, ഒരുപാട് നാളായി എൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരു ഇഷ്ടമായിരുന്നു ഇത്. പലപ്പോഴും നിന്നോടിത് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ പിന്നീടാവാം എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ കരുതി കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇന്നലെ നീ കൂടെയുള്ള ജോലി നിർത്തി പോവാണെന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ. നീ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവാന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് നിന്നോടിത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൂടെ ബോസ് ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ ഒന്നും പറയാതിരുന്നതാ. അവൻ പോക്കറ്റിലെ ടവലെടുത്ത് മുഖം തുടച്ചു. അനുപമ അവൻ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. അവൾക്ക് രാഹുലിൻ്റെ ഇഷ്ടം നേരത്തെ തന്നെ മനസ്സിലായതാണ്. അവൻ്റെ ഇടപെടലിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നുമെല്ലാം പലപ്പോഴും ആ ഇഷ്ടം അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ അവനെ പരമാവധി കണ്ടില്ലെന്ന് നടിച്ചു. അനു, എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതൊന്നും എനിക്ക് നിന്നേക്കാൾ വലുതല്ല. ക്യാമറ പോയത് പോയിക്കോട്ടെ. ഇനിയും അതുപോലൊരെണ്ണം വാങ്ങാൻ ദൈവം അവസരം തരാതിരിക്കില്ല. എന്നോടുള്ള ആ ബാധ്യത തീർക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ നമ്മുടെ ചാനലിലേക്ക് തന്നെ തിരിച്ചു വരണം. നിന്നെ കാണാതെ എനിക്കവിടെ ഒരു രസവുമില്ല. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുവാനോ? രാഹുൽ അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചു. അനുപമ എന്തു ചെയ്യണമെന്നറിയാതെ രാഹുലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അവൻ്റെ കൈകൾ പതിയെ മാറ്റി എഴുന്നേറ്റു. രാഹുൽ, താൻ ഇതെന്തറിഞ്ഞിട്ടാ? എൻ്റെ സ്ഥിതികളെല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഒരിക്കലും ഒരു ഇഷ്ടത്തെക്കുറിച്ചോ എൻ്റെ ഭാവിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലല്ല ഞാൻ. ഇനി എനിക്കങ്ങോട്ട് ഇവിടുന്ന് തിരിച്ചു വരാനും കഴിയില്ല. ഇവിടുത്തെ കിരൺ സാറിന് ഞാൻ 12 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കാനുണ്ട്. തനിക്കറിയോ, തൻ്റെ ക്യാമറയുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. തൻ്റെ ക്യാമറ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവൾ അടുത്തിരുന്ന ചെയറിൽ നിന്നും തൻ്റെ ബാഗ് എടുത്ത് അതിൽ നിന്നും രാഹുലിന് കൊടുക്കാൻ വെച്ച ക്യാമറ പുറത്തേക്കെടുത്തു. തൻ്റെ ക്യാമറ നാശമായതിന് നിന്നേക്കാൾ സങ്കടപ്പെട്ടത് ഞാനാണ് രാഹുൽ. നിനക്കത് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അവൾ അവൻ്റെ കയ്യിലേക്ക് ആ ക്യാമറ വെച്ച് കൊടുത്തു. രാഹുൽ അതിശയത്തോടെ ആ കവറിലേക്ക് നോക്കി. ഇത്ര പെട്ടെന്ന് ഈ ക്യാമറ ഇവൾ എങ്ങനെയാണ് വാങ്ങിയത്? അതിനെക്കുറിച്ച് അവനൊന്നും മനസ്സിലായില്ല. അല്പസമയങ്ങൾക്ക് ശേഷം കിരൺ റിസോർട്ടിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോഴാണ് ഹോട്ടലിന് പുറത്തായി അനുപമയും രാഹുലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ കണ്ടത്. എന്തോ കാര്യമായി പറഞ്ഞുകൊണ്ടവർ പൊട്ടിച്ചിരിക്കുന്നതും കണ്ടുകൊണ്ട് കിരൺ അവർക്കരികിലേക്ക് വന്നു. ഡ്യൂട്ടി സമയത്താണോ ഈ ശൃംഗാരം? അവൻ ദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നു. തന്നോട് ഞാൻ പറഞ്ഞ വർക്ക് പൂർത്തിയായോ? കിരൺ അനുവിനോടായി ചോദിച്ചു. ഏതാണ്ട് കഴിയാറായി സാർ. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ അല്പസമയം സംസാരിച്ചേ ഉള്ളൂ. അവൾ ശബ്ദം താഴ്ത്തി കിരണിനോടായി പറഞ്ഞു. മതി സംസാരം. വർക്കിനിടയ്ക്ക് ഈ ആവശ്യം നല്ലതല്ല. പറഞ്ഞ വർക്ക് തീർക്കാൻ നോക്കാദ്യം. അത്രയും പറഞ്ഞ് കിരൺ തിരിഞ്ഞു നടന്നു. രാഹുൽ എന്തോ ഓർത്തുകൊണ്ട് കിരണിനെ നോക്കി. അനുപമ തൽക്കാലം അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. ക്രിസ്റ്റഫറും അലീനയും പൂളിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് അനുപമ അവിടേക്ക് വന്നത്. വാവ്, ഇതൊരു നല്ല കാഴ്ചയാണ്. അവൾ അവരുടെ പൂളിലെ വീഡിയോ എടുക്കാനായി അരികിലുള്ള തൂണിന് മറവിലായി ഒളിഞ്ഞു നിന്നു. അലീന പൂളിൽ നിന്നും കയറി വന്നു. ശേഷം ഒരിക്കൽ കൂടി വെള്ളത്തിലേക്ക് അവൾ എടുത്തു ചാടി. അപ്പോഴാണ് ക്രിസ്റ്റഫർ അത് ശ്രദ്ധിച്ചത്. ഒരു പെൺകുട്ടി മറഞ്ഞു നിന്നുകൊണ്ട് താനും തൻ്റെ ഭാര്യയും കുളിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ട്. അയാൾ പതിയെ പൂളിൽ നിന്നും കയറി വന്നു. ശേഷം അനുപമ കാണാതെ അവൾക്ക് പിന്നിലൂടെ ചെന്ന് അവളെ കൈയോടെ പിടികൂടി. അനുപമ ഞെട്ടിത്തിരിഞ്ഞ് ക്രിസ്റ്റഫറിൻ്റെ മുഖത്തേക്ക് നോക്കി. നിർത്തടി, നിൻ്റെ ഒരു ഫോട്ടോ എടുപ്പ്. മറ്റുള്ളവർ കുളിക്കുന്ന ഫോട്ടോ എടുക്കുന്നതാണോ നിൻ്റെ ജോലി? അവൻ അവളുടെ താടിയിൽ കുത്തിപ്പിടിച്ചു. ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.